ലേബർ കോഡ് രാജ്യത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് കേരളത്തെ എങ്ങനെ ബാധിക്കുന്നു, ആ ലേബർ കോഡിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ, തൊഴിലാളി വിരുദ്ധ നയങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ യോഗം ഇന്ന് ചേർന്നിരുന്നു. എന്നെ കൂടാതെ ലേബർ സെക്രട്ടറി ഷാനവാസ് IAS, ലേബർ കമ്മീഷണർ, മറ്റു ഉദ്യോഗസ്ഥന്മാരും, അവരെ കൂടാതെ ഇളമരം കരീം, TP രാമകൃഷ്ണൻ CITU, R ചന്ദ്രശേഖരൻ, VJ ജോസഫ് INTC, KP രാജേന്ദ്രൻ AITC, ഉണ്ണികൃഷ്ണൻ BMS, ബാബു ദിവാരൻ UTUC, റഹമത്തുള്ള STU, സോണിയ ജോർജ് സേവ തുടങ്ങിയ കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കന്മാരാണ് യോഗത്തിൽ പങ്കെടുത്തത്. യോഗം ഏകകണ്ഠേന ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഒന്ന്, ഒരു പ്രമേയം പാസാക്കി മതിയായ കൂടിയാലോചനകളില്ലാതെ രാജ്യത്തെ തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്ന ലേബർ കോഡ് അത് പിൻവലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുവാൻ ഇന്നത്തെ ഈ യോഗം ആവശ്യപ്പെട്ടു. ഇത് കൂടാതെ 19 ഡിസംബർ മാസം 19 ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതിൽ കേന്ദ്ര ട്രേഡ് യൂണിയൻ ലീഡേഴ്സും എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ലേബർ മന്ത്രിമാരെ ക്ഷണിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും എത്തിച്ചേരുമെന്ന് പറയുന്നതിന് വേണ്ടി കഴിയില്ല. എന്നാൽ ഇതിനെ എതിർക്കുന്ന ലേബർ മന്ത്രിമാർ ഉണ്ട്. അവരെ ക്ഷണിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 100 പേരാണ് അതിലൊരു പങ്കാളിത്തമായി ഞങ്ങൾ കണക്കാക്കുന്നത്. അത് ഒരു ദിവസത്തെ കോൺക്ലേവ് ആയതുകൊണ്ട് തന്നെ 4 സെക്ഷനായിട്ടാണ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ രണ്ട് സെക്ഷനും ഉച്ചശേഷം 2 സെക്ഷനും. ഇതെങ്ങനെ തൊഴിലാളികളെ, ലേബർ കോഡ് തൊഴിലാളികളെ ജീവിതത്തെ ബാധിക്കും, അതിന് പരിഹാരം എങ്ങനെ കാണാൻ വേണ്ടി കഴിയും? കേരള ഒരു സംസ്ഥാനത്തിന് മാത്രം പ്രത്യേക നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകൾ എന്തൊക്കെ? ഇതൊരു സംസ്ഥാന വിഷയം കൂടി ആയതുകൊണ്ട് സംസ്ഥാനത്തിന് ഇതിൽ എത്രമാത്രം ഇടപെടുന്നതിന് വേണ്ടി കഴിയും? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചർച്ചയിൽ നിയമപണ്ഡിതന്മാരെയും തൊഴിലാളി രംഗത്തെ വിദഗ്ധ അഭിപ്രായം പറയുവാൻ ശേഷിയുള്ള ആൾക്കാരെയും പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, കേരളത്തിലെ തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ കോഡിനെ എതിർക്കുന്ന തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് ഈ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുവാനും നിവേദനം കൊടുക്കുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇന്നലെ രാജ്യവ്യാപകമായി പ്രതിഷേധം നടന്നു. കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. അത് തൊഴിലാളി രംഗവും ബാങ്കിങ് മേഖലയിൽ ഒക്കെയുള്ള തൊഴിലാളികളാണ് പങ്കെടുത്തിരുന്നത്. ചില സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയിൽ, കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ
ലിസ്റ്റ് തയ്യാറാക്കുകയും അവരുടെ പേരുവിവരം ശേഖരിക്കുകയും ചില നോട്ടീസുകൾ വിതരണം ചെയ്തതായി ഇന്നത്തെ യോഗത്തിൽ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു, കറുത്ത ബാഡ്ജ് ധരിച്ചു എന്നതിൻ്റെ പേരിൽ കേരളത്തിൽ ഒരു തൊഴിലാളിയുടെ പേരിലും നടപടി സ്വീകരിക്കുവാൻ തൊഴിൽ വകുപ്പ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തൊഴിലാളിക്ക് ചില അവകാശങ്ങളുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പും പിമ്പും തൊഴിലാളികൾക്ക് അവർ പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഫലമായി നേടിയെടുത്ത അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളൊക്കെ തന്നെ ഈ കോഡുകൾ 29 കോഡിനെ 4 ആക്കിയത് വഴി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ നിഷേധിക്കപ്പെട്ടതിൻ്റെ ആദ്യത്തെ പ്രഹരമാണ് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം വളരെ സമാധാനപരമായി കറുത്ത ബാഡ്ജ് ധരിച്ചുകൊണ്ട് ഉള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ പേര് ലിസ്റ്റ് ചെയ്യാനും അവർക്ക് നോട്ടീസ് കൊടുക്കാനും മറ്റു നടപടികളെല്ലാം പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെയൊന്നും കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ തൊഴിലാളികളോട് അല്ലെങ്കിൽ ഈ നിയമത്തെ എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തി അടിച്ചമർത്തി ഭയപ്പെടുത്താൻ വേണ്ടി നോക്കണ്ട. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.